നേതൃപാടവത്തെ ആസ്പദമാക്കി മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ മലയാളി അധ്യാപകൻ എഴുതിയ പുസ്തകം ഷാർജ പുസ്തകമേളയിൽ പുറത്തിറക്കി. ഇന്ത്യയിൽ ആദ്യമായി അറബിയിൽ ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ പണ്ഡിതൻ സെയ്ദ് ഇസ്മായിൽ ഷിഹാബുദ്ദീന്റെ മകൻ സെയ്ദ് മുഹമ്മദ് മക്തൂമാണ് ഈ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ്. പിതാവ് നൽകിയ പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പുസ്തകം തയ്യാറാക്കിയത് എന്ന് മുഹമ്മദ് മക്തൂം പറഞ്ഞു. എൻ്റെ പേര് സയ്യിദ് മുഹമ്മദ് മക്തൂം. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പാനൂരാണ്. ഞാൻ മലേഷ്യൻ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് സ്കോളറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് എൻ്റെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഇൻസൈറ്റ് ടു ലീഡ് വിത്ത് എ വിഷൻ എന്നാണ് എൻ്റെ പേര്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലീഡർഷിപ്പിൻ്റെ ആവശ്യം അത് ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ചെറിയ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു മുഖ്യ ഘടകമാണ് ഇന്ന് ജീവിതത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ അതിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ നേടിയെടുത്ത ചില വിഷയങ്ങൾ, പാഠങ്ങൾ, അതിനെ ഒരു വിഷ്വലായിട്ട് ആളുകൾക്ക് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. പിതാവിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക്. എൻ്റെ പിതാവ് സെയ്ദ് ഇസ്മായിൽ ഷിഹാബുദ്ദീൻ എന്നാണ് പേര്. ഇന്ന് കേരളത്തിൽ ആദ്യമായി അറബിക് ഭാഷയിൽ പരിശുദ്ധ ഖുർആനിന് അറബി ഭാഷയിൽ തഫ്സീർ എഴുതിയ ഒരു പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന് 11ഓളം അറബിക് കൃതികളുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 7ഓളം PhD അദ്ദേഹത്തിൻ്റെ തഫ്സീർ സംബന്ധമായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. പുസ്തകം ഒരു ടേബിൾ ടോപ്പ് ഫോർമാറ്റിലാണല്ലോ, അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അത് എല്ലാ ആളുകൾക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ, അത് ഇന്ന് നമ്മുടെ രീതി, ആളുകൾക്ക് കൂടുതൽ ഇടപെടാനുള്ളൊരു രീതി ഇതാണെന്ന രീതിയിൽ, പിന്നെ നമ്മുടെ സമൂഹം നടക്കുന്ന വഴിയിലെ ഏറ്റവും മികച്ച രീതിയിലാവട്ടെ എന്ന് കരുതിയാണ് ഇത് ഉപയോഗപ്പെടുത്തിയത്. അത് വായനക്കാർക്ക് കൂടുതൽ എളുപ്പമുള്ളതാകട്ടെ. ഇതിൻ്റെ അറബിയും മലയാളം വേർഷൻ വരുന്നുണ്ട്. മീഡിയ 1 ഷാർജ.